ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ജലസംരക്ഷണത്തിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള യജ്ഞത്തിൽ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ പണം കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് സുപ്രീംകോടതിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. രാജ്യത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ പോളിംഗ് ബൂത്ത് തലത്തിലുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന രാഷ്ട്രീയ സർവകക്ഷി യോഗങ്ങൾ ഈ മാസം 31-ന് പൂർത്തിയാകും. അമിതവണ്ണത്തിനെതിരെയുള്ള അവബോധത്തിനായി ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ പരിപാടിക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് നേതൃത്വം നൽകും. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ബാഡ്മിന്റൺ വനിതാ ഡബിൾസിൽ കേരളത്തിന്റെ ആൽഫിയ ജെയിംസ് അടങ്ങിയ ടീമിന് സ്വർണ്ണം. ഐപിഎൽ ക്രിക്കറ്റ് 18ാം സീസൺ ഉദ്ഘാടന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗലൂരുവിന് ജയം. വാർത്തകൾ വിശദമായി. ജലസംരക്ഷണത്തിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള യജ്ഞത്തിൽ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാഗരികതകളുടെ ജീവനാഡിയായിരുന്നു ജലമെന്നും ഭാവി തലമുറയ്ക്കായി അത് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജലസംരക്ഷണത്തിലും കുടിവെള്ള വിതരണത്തിലും ജൽജീവൻ മിഷൻ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. जल जीवन मिशन में पानी पहुंचाने से लेकर पानी के प्रबंधन और रखरखाव पर भी पूरा जोर है और इसमें भी गांव के लोगों की भूमिका बहुत अहम है. गांव में पानी के स्रोतों के संरक्षण को लेकर भी काम किया जा रहा है. हो सकता है आप अभी जहां हो वहां पानी पर्याप्त मात्रा में उपलब्ध हो, लेकिन आपको उन करोड़ों लोगों को भी हमेशा याद रखना है जो जल संकट वाले क्षेत्रों में रहते हैं, जिनके लिए पानी की एक एक बूंद अमृत के समान होती है. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ വൻതോതിൽ പണം കണ്ടെത്തിയെന്ന ആരോപണത്തിലെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് സുപ്രീംകോടതിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി.കെ. ഉപാധ്യായ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ 5ഓളം നോട്ട് കൂമ്പാരങ്ങൾ പകുതി കത്തിയ നിലയിൽ ജഡ്ജിയുടെ വസതിയിൽ കണ്ടെത്തിയതായി പറയുന്നു. ജസ്റ്റിസ് വർമ്മയുടെ വസതിയിൽ ഉണ്ടായ തീപിടുത്തം കെടുത്താൻ അഗ്നിശമനസേന നടത്തുന്ന ശ്രമങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളും 25 പേജുള്ള അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ പറഞ്ഞു. കേസിൽ ആഭ്യന്തര അന്വേഷണത്തിന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന 3-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. പ്രളയക്കെടുതി നേരിടുന്ന ബോട്സ്വാനയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. അവശ്യമരുന്നുകൾ, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, ജലശുദ്ധീകരണ സാമഗ്രികൾ തുടങ്ങിയവ അടങ്ങുന്ന 10 ടൺ സാധനങ്ങളുടെ ആദ്യ ഗഡു കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കിരിബാത്തിയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യൻ സഹായവും എത്തിച്ചു നൽകിയിട്ടുണ്ട്. രാജ്യത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ പോളിംഗ് ബൂത്ത് തലത്തിലുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന രാഷ്ട്രീയ സർവകക്ഷി യോഗങ്ങൾ ഈ മാസം 31-ന് പൂർത്തിയാകും. ദേശീയ സംസ്ഥാനതല രാഷ്ട്രീയ പാർട്ടികളുടെ സജീവ പങ്കാളിത്തത്തോടെ യോഗങ്ങൾ രാജ്യത്തുടനീളം നടന്നുവരികയാണെന്ന് കമ്മീഷൻ അറിയിച്ചു. 28 സംസ്ഥാനങ്ങളിലെയും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 788 ഡിഇഒമാരുമായും 36 സിഇഒമാരുമായും ഉൾപ്പെടുത്തിയാണ് സർവകക്ഷി യോഗങ്ങൾ നടക്കുന്നത്. രാജ്യവ്യാപകമായി നടക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ പരിപാടിക്ക് ഇന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ നേതൃത്വം നൽകും. അമിതവണ്ണത്തിനെതിരെ പോരാടാനും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാനുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ലഖ്നൌവിൽ സൈക്ലിംഗിൽ ശ്രീ മാണ്ഡവ്യയ്ക്കൊപ്പം ഉത്തർപ്രദേശ് ഗവർണർ ശ്രീമതി ആനന്ദിബെൻ പട്ടേലും ഭാഗമാകും. ഇതുവരെ രാജ്യവ്യാപകമായി 4200 സ്ഥലങ്ങളിൽ സൈക്ലിംഗ് യജ്ഞം സംഘടിപ്പിച്ചിട്ടുണ്ട്. സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, മൈ ബൈക്സ്, മൈ ഭാരത് എന്നിവയുമായി സഹകരിച്ച് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയമാണ് ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്ത് ഉള്ളി കയറ്റുമതിക്കുള്ള 20% തീരുവ പിൻവലിക്കുന്നതായി കേന്ദ്ര സർക്കാർ. ഉത്തരവ് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഉള്ളിയുടെ വില കുറയ്ക്കുന്നതിനൊപ്പം കർഷകർക്ക് വരുമാനം ഉറപ്പാക്കാൻ കൂടിയാണ് ഈ തീരുമാനമെന്ന് ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കാൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതലാണ് ഉള്ളിക്ക് 20% കയറ്റുമതി തീരുവ ഏർപ്പെടുത്തിയത്. നിലവിൽ ഉള്ളിയുടെ ഉൽപ്പാദനവും ആഭ്യന്തര വിപണിയിലെ ലഭ്യതയും വർദ്ധിച്ചിട്ടുണ്ട്. ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ സംയുക്ത പ്രവർത്തക സമിതി യോഗം ഇന്നലെ ചെന്നൈയിൽ നടന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ,
തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുള്ള സംയുക്ത പ്രവർത്തക സമിതിയുടെ യോഗം ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതിനുള്ള രാഷ്ട്രീയ തന്ത്രം മാത്രമാണെന്ന് കേന്ദ്രമന്ത്രിയും തെലങ്കാന ബിജെപി പ്രസിഡന്റുമായ ജി കിഷൻ റെഡ്ഡി. മണ്ഡല പുനർനിർണയത്തിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഇതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റായ വിവരങ്ങൾ പരത്താനാണ് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നതെന്ന് ശ്രീ ജി കിഷൻ റെഡ്ഡി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ബാഡ്മിന്റൺ വനിതാ ഡബിൾസിൽ കേരളത്തിന്റെ ആൽഫിയ ജെയിംസ് അടങ്ങിയ ടീമിന് സ്വർണം. വീൽ ചെയർ ബൌണ്ട് ഇനത്തിലാണ് ഉത്തരാഖണ്ഡ് താരം മൻദീപ് കൌറിനൊപ്പം ആൽഫിയ സ്വർണം നേടിയത്. പാരാ ബാഡ്മിന്റൺ വിവിധ ഇനങ്ങൾ നിതീഷ് കുമാർ, കൃഷ്ണ നാഗർ, മനീഷ രാംദാസ്, ചാഞ്ചീവ് കുമാർ എന്നിവർ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. 19 സ്വർണവുമായി തമിഴ്നാടാണ് മെഡൽ പട്ടികയിൽ മുന്നിൽ. 14 സ്വർണവുമായി ഹരിയാനയും 11 സ്വർണവുമായി രാജസ്ഥാനും 2-3 സ്ഥാനത്തുണ്ട്. IPL 18ാം സീസണിന്റെ ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 175 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽ ചലഞ്ചേഴ്സ് 16.2 ഓവറിൽ ലക്ഷ്യം മറികടന്നു. ഇന്നത്തെ മത്സരങ്ങളിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെയും ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെയും നേരിടും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ സ്റ്റാർട്ടപ്പുകൾക്ക് നിർണായക പങ്കുള്ളതായി കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുന്നതിനായി മോദി സർക്കാർ സ്വീകരിച്ച ഫണ്ട് ഓഫ് ഫണ്ട് പോലുള്ള നിരവധി സംരംഭങ്ങൾ സഹായകരമാണെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു. फंड ऑफ फंड शुरू किया था, पहला 10,000 करोड़ पूरा फंड हो चुका है. अब सेकेंड फंड ऑफ फंड लॉन्च किया. इसी बजट में माननीय प्रधानमंत्री जी ने अनाउंस किया. उसकी पहली किस्त जो अभी बजट पास हुआ है उसमें पहली किस्त भी डिपार्टमेंट को मिल चुकी है. और इस फंड ऑफ फंड से हम और ज्यादा नए स्टार्टअप्स को सपोर्ट कर सके. അടുത്ത 25 വർഷത്തേക്കുള്ള വികസിത ഭാരതത്തിനുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന തരത്തിലേക്കാണ് ധനകാര്യ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ചെന്നൈ സിറ്റിസൺ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതി വെല്ലുവിളികൾ നേരിടുന്നതിന് യുവാക്കളെ പ്രാപ്തരാക്കും. കാർഷിക മേഖലയിലും പരിവർത്തനം ആവശ്യമാണെന്നും ധനമന്ത്രി പറഞ്ഞു. ധീര സ്വാതന്ത്ര്യ സമര സേനാനികളായ ഭഗത് സിംഗിന്റെയും ശിവറാം രാജ്ഗുരുവിന്റെയും സുഖ്ദേവ് ഥാപ്പറുടെയും രക്തസാക്ഷിത്വ ദിനം ഇന്ന്. ലാഹോർ സെൻട്രൽ ജയിലിൽ 1931 മാർച്ച് 23-നാണ് 3 പേരുടെയും വധശിക്ഷ നടപ്പാക്കിയത്. യുക്രൈനിൽ ഇന്നലെ റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സപ്പോരിഷ്യ, സുമി, ഡോണസ്ക് മേഖലകളിലാണ് ആക്രമണമുണ്ടായത്. അതേസമയം യുഎസിന്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ സംബന്ധിച്ച് നാളെ സൌദി അറേബ്യയിൽ യോഗം ചേരുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി അറിയിച്ചു. വെടിനിർത്തൽ നടപ്പാക്കുന്നതിന് സൈനിക നീക്കങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആവശ്യം യുക്രൈൻ നിരസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം ഇരട്ടിയായതായി അന്താരാഷ്ട്ര നാണയനിധി. ഇക്കാലയളവിൽ ജിഡിപിയിൽ ഇന്ത്യ 105% വളർച്ച കൈവരിച്ചതായി IMFന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2015-ൽ $2.1 ട്രില്യൺ ആയിരുന്ന ജിഡിപി 2025-ൽ $4.3 ട്രില്യൺ ഉയർന്ന് ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയതായും അന്താരാഷ്ട്ര നാണയനിധി വിലയിരുത്തി. ഇന്ന് ലോക കാലാവസ്ഥാ ദിനം. കാലാവസ്ഥാ സാഹചര്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ദിനാചരണം. ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ജലസംരക്ഷണത്തിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള യജ്ഞത്തിൽ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ പണം കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് സുപ്രീംകോടതിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. രാജ്യത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ പോളിംഗ് ബൂത്ത് തലത്തിലുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന രാഷ്ട്രീയ സർവകക്ഷി യോഗങ്ങൾ ഈ മാസം 31-ന് പൂർത്തിയാകും. അമിതവണ്ണത്തിനെതിരെയുള്ള അവബോധത്തിനായി ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ പരിപാടിക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് നേതൃത്വം നൽകും. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ബാഡ്മിന്റൺ വനിതാ ഡബിൾസിൽ കേരളത്തിന്റെ ആൽഫിയ ജെയിംസ് അടങ്ങിയ ടീമിന് സ്വർണം. IPL ക്രിക്കറ്റ് 18ാം സീസൺ ഉദ്ഘാടന മത്സരത്തിൽ
കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.